بسم الله ما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياتي ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. صدق الله العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. وأشهد أن الله لا رب خيره وأنك مأمون على كل غائب وأنك أعلى المرسلين وسيلة إلى الله يا ابن الأكرمين الأطوائب. فكن لي شفيعا يوم لا ذو شفاعتي بمغن فتلا عن سواد بن قاربي.
صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ആദരണീയരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, മാന്യ സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒത്തുകൂടിയതും പറയുന്നതും കേൾക്കുന്നതും ഈ മജ്ലിസും നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ന്യൂനതകളും പോരായ്മകളും പരിഹരിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് എടുത്തു കാണിക്കപ്പെടുന്ന മജ്ലിസുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഈ മഹല്ലത്തിലെ പള്ളികൾ, മദ്രസകൾ, ദീനീ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് അഹോരാത്രം പരിശ്രമിച്ചിരുന്നവർ, അധ്വാനിച്ചിരുന്നവർ, സഹായിച്ച സഹോദര സഹോദരിമാർ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിന്റെ സന്തോഷം അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പലവിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് വീടുകളിൽ കഴിയുന്ന ധാരാളം കാരണവന്മാർ, സഹോദരന്മാർ, പ്രവർത്തകന്മാർ, ഇതുപോലുള്ള മജ്ലിസുകളിൽ സജീവമായിരുന്ന സഹോദരിമാർ, അവർക്കൊക്കെ പരിപൂർണമായ ശിഫാഉം ആഫിയത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ മഹത്തായ മീലാദ് ഷരീഫിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച എല്ലാവരെയും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് കൊണ്ടും ഹിഫ്ദ് ഹിമായത്ത് കൊണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുൻപ് വഴികാട്ടി നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ധാരാളം നേതാക്കൾ, മഹല്ലത്തിൻ്റെ കാരണവന്മാർ, MAK ഖാദർ ഹാജി, OP മൊയ്തീൻ ഹാജി, പരാടൻ കുഞ്ഞമ്പുട്ടി ഹാജി, അതുപോലെ നമ്മുടെ മാളിയക്കൽ ബാപ്പു തുടങ്ങിയിട്ടുള്ള ഈ നഗരിയുടെ പേര് വെച്ചിട്ടുള്ള കാരണവന്മാർ, ഇന്ന് നമ്മിൽ നിന്ന് പിരിഞ്ഞ ആലസ്യൻകുട്ടി കാക്ക ഉൾപ്പെടെ എല്ലാവരുടെയും ബർസഖി ജീവിതം അല്ലാഹു
സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എടുക്കുകയും വിരോധിച്ചത് വർജിക്കുകയും ചെയ്ത് തഖ്വ ഉൾക്കൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനം വരവേൽക്കുകയും അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുകയും പഠിക്കുകയും പകർത്തുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ മുസ്ലിമീങ്ങൾ തിങ്ങിത്താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചനക്കൽ സുന്നി മഹല്ലിൻ്റെ കീഴിലായി 2024 മീലാദ് പ്രോഗ്രാമിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് ജുമുഅ നിസ്കാരാനന്തരം മഹല്ലത്തിലെ മക്ബറ സിയാറത്തോടുകൂടി ശേഷം പതാക ഉയർത്തുന്നതിലൂടെ ഉദ്ഘാടനം കുറിക്കപ്പെട്ടു. എല്ലാ വർഷവും ചെയ്തു വരുന്നത് പോലെ ഇന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഹുബ്ബുർ റസൂൽ പ്രഭാഷണവും എല്ലാ മാസവും പള്ളിയിൽ വെച്ച് നടക്കുന്ന മഹ്ളറത്തുൽ ബദരിയയുടെ വാർഷികവും അതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥന മജ്ലിസുമാണ്. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ കേരളത്തിനകത്തും പുറത്തും ദീനീ പ്രവർത്തന രംഗത്ത് കിടയറ്റ സേവനമനുഷ്ഠിച്ച് മാതൃക തെളിയിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തന്നൂർ തങ്ങളുപ്പാപ്പ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. മുത്തന്നൂർ തങ്ങളുപ്പാപ്പയുടെ ആകർഷണീയമായ സാരവത്തായ ഉപദേശവും അതിനുശേഷം നടക്കുന്ന ദുആഉം പ്രതീക്ഷിച്ചാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത് എന്നറിയാം. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് മഗ്‌രിബ് നിസ്കാരാനന്തരം പുറപ്പെട്ട് ഏകദേശം കുണ്ടോട്ടിയോട് അടുത്തിട്ടുണ്ട് തങ്ങളുപ്പാപ്പ. അവിടുന്ന് ഇവിടം വരെ ഓടിയെത്തുന്ന താമസമേ ഇനിയുള്ളൂ. വിശിഷ്ടാതിഥിയായി തങ്ങളുപ്പാപ്പയെ ക്ഷണിച്ച് നാമൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ തങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഉടനെ മറ്റു പരിപാടികളൊക്കെ നിർത്തിവെച്ച് മൈക്ക് പോയിന്റ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് വിട്ടുകൊടുക്കണം.
അതിൻ്റെ മുൻപ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏകദേശം 5 വർഷത്തിലേറെയായി തുടർച്ചയായി കേട്ട് പരിചയമുള്ള ചെറിയ ഒരു നസീഹത്ത് നൽകുന്നതിനാണ് ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വരുന്നത് വരെ ഈ വേദി നമുക്ക് നീട്ടിക്കൊണ്ടു പോകണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടെ മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഉസ്താദുമാരുടെയും സാദാത്തുക്കളുടെയും സ്വാലിഹീങ്ങളുടെയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇസ്ലാം, ഈമാൻ എന്നൊക്കെ പറയുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുന്നതിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് മുഴുവനും വിശ്വസിക്കുക, അല്ലെങ്കിൽ ഖുർആനിലുള്ളത് മുഴുവനും വിശ്വസിക്കുക, ഇതിനല്ല യഥാർത്ഥത്തിൽ ഈമാൻ, ഇസ്ലാം എന്ന് പറയുന്നത്. ഈമാനും ഇസ്ലാമും ഭാഷാർത്ഥത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. തത്വത്തിൽ രണ്ടും ഒന്നാണ്. മുസ്ലിമീങ്ങളൊക്കെ മുഅ്മിനീങ്ങളും മുഅ്മിനീങ്ങളൊക്കെ മുസ്ലിമീങ്ങളുമാണ്. ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളല്ല, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളാണ് മുസ്ലിമീങ്ങളല്ല എന്ന് പറയാൻ പറ്റുകയില്ല. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ്. ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിശ്വപ്രശസ്ത ഗ്രന്ഥമാകുന്ന തുഹ്ഫത്തുൽ മുഹ്താജിൽ മഫ്ഹൂമിൽ വ്യത്യാസമുണ്ട്. മാസദക്കിൽ ഒന്നാണ് എന്ന് വിവരിച്ചതു കാണാം. എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി പറയുമ്പോൾ ഈമാൻ വിശ്വാസം, ഇസ്ലാം അനുസരണം എന്നാണ് അർത്ഥം. തത്വത്തിൽ രണ്ടും ഒന്നു തന്നെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്നതാണ്, പഠിപ്പിച്ചതാണ് എന്ന് അനിഷേധ്യമായി തെളിയപ്പെട്ട സകല കാര്യങ്ങളും വിശ്വസിച്ചുറപ്പിക്കുന്നതിനാണ് ഈമാന്, ഇസ്ലാം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്നതും, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സൃഷ്ടാവ് ഒന്നിലധികമുണ്ടെന്ന് പറയുന്നതും, നഖം വെട്ടൽ സുന്നത്തില്ല എന്ന് പറയുന്നതും ഒരേ ഹുക്കുമാണ്. നഖം വെട്ടൽ സുന്നത്തില്ല എന്ന് പറയുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മുസ്ലിമല്ല. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ സൃഷ്ടാവില്ല എന്ന് പറയുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മുസ്ലിമല്ല. ആരാധനയ്ക്ക് അർഹതയുള്ള, സ്വയം ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്ന ശക്തി അല്ലാഹു അല്ലാതെ മറ്റൊന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതിലും
വിശ്വസിക്കലും ഇസ്ലാമിന് പുറത്താണ്. മൂന്നും ഒരേപോലെ. നഖം മുറിക്കാത്തവൻ അമുസ്ലിമല്ല. പക്ഷേ നഖം മുറിക്കൽ സുന്നത്തില്ല എന്ന് പറയുന്നവൻ മുസ്ലിമല്ല. കച്ചവടം ചെയ്യാൻ പാടില്ല, കച്ചവടം ചെയ്യൽ നിഷിദ്ധമാണ്, കച്ചവടം ചെയ്യാൻ അത് ഹറാമാണ്, അത് തെറ്റാണ് എന്ന് പറയുന്നവനും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. കാരണം അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടം അനുവദനീയമാണ്, അല്ലാഹു തആല അനുവദിച്ചതാണ്. അത് അനുവദിച്ചതല്ല എന്ന് പറയുന്നവൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതിനെ വിശ്വസിക്കാത്തവൻ. അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഈമാൻ എന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുന്നതിലും അംഗീകരിക്കുന്നതിലും ആണ്. അത് ചെറിയ കാര്യമെന്നോ വലിയ കാര്യമെന്നോ വ്യത്യാസമില്ല. തസ്ദീഖുർ റസൂലി ബികുല്ലി മാ ഉലിമ അന്നഹു മിൻ ദീനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്ദറൂറ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതാണെന്ന് അനിഷേധ്യമായി തെളിയപ്പെട്ട കാര്യം അംഗീകരിച്ചുറപ്പിച്ച് വിശ്വസിക്കുന്നതിന് പറയും ഈമാൻ, ഇസ്ലാം. ഖാദിയാനികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് ലോകത്തുള്ള എല്ലാ മുസ്ലിം സംഘടനകളും ഫത്വ നൽകിയതാണ്. ലോക ഇസ്ലാമിക് സംഘടനയാകുന്ന റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയ അതിന്റെ മുൻപ് ആദ്യമായി ഖാദിയാനികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ നിലപാട് വഹാബികളെ കുറിച്ചില്ല, ആ നിലപാട് മൗദൂദികളെ കുറിച്ചില്ല, ആ നിലപാട് തബ്ലീഗുകാരെ കുറിച്ചില്ല. എന്താ ഖാദിയാനികളെ പറ്റി അത് പറയാൻ കാരണം? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഖാദിയാനികൾ. സാധ്യതയുണ്ട് എന്നല്ല, മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം നബുവത്ത് വാദിച്ച് നബിയായിട്ട് വന്ന ആളാണ് എന്ന് ഖാദിയാനികൾ വിശ്വസിക്കുന്നു. ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോവാൻ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കണ്ട, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു നബി വരാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. അങ്ങനെ ഒരു നബി വരാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. 300 ചില്ലാനം ഹദീസുകളെ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകരാണ്, ഇനി ഒരു നബി വരാൻ സാധ്യതയില്ല എന്ന് അനിഷേധ്യമായി തെളിഞ്ഞ കാര്യമാണ്. അന ഖാതമുൻ നബിയ്യീൻ ലാ നബിയ്യ ബഅദി, ഞാൻ അവസാനത്തെ പ്രവാചകരാണ്, എന്റെ ശേഷം ഒരു പ്രവാചകർ വരാൻ സാധ്യതയില്ല എന്ന് 300 ചില്ലാനം ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് ഇനി ഒരു നബി വരാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മുസ്ലിമല്ല, മുഅ്മിനല്ല. അപ്പോഴും നമുക്ക് മനസ്സിലായി ഇസ്ലാം ഈമാൻ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്.
ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ ഒരു അമുസ്ലിം മനസ്സിൽ ഉറപ്പിച്ച് പറയാൻ കഴിവുള്ളവൻ നാവ് കൊണ്ട് വ്യക്തമാക്കി ചൊല്ലിയാൽ അവൻ മുസ്ലിം ആവുകയില്ല. മുസ്ലിമാവാൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുകൂടി ചൊല്ലണം, അതുകൂടി വിശ്വസിക്കണം. അപ്പോഴേ ഒരാൾ മുസ്ലിം ആകുന്നു. മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ നൂറ് ആദ്യമായി സൃഷ്ടിച്ചത്. ഇമാം അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ 11 സനദുകളിൽ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹു അല്ലാഹ്, അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത് എന്താണ് തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. മഹാന്മാരായ സ്വഹാബാക്കളെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ഹദീസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷണങ്ങളും അവിടുത്തെ പ്രത്യേകതകളും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അവിടുന്ന് ചോദിച്ചു തങ്ങളോട്, ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നൂരി, എന്റെ ഒളിവിനെയാണ് ആദ്യം സൃഷ്ടിച്ചത്. പ്രകാശം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ലൈറ്റ് എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് നിമിത്തമായിട്ടുള്ള കണം, അതാണ് ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് സർവ്വചരാചരങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. മഹാനായ ആദം നബി അലൈഹിസ്സലാം, ആദി മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് കാണാനിടയായി അല്ലാഹുവിന്റെ അർശിന്റെ കാലിന്മേൽ എഴുതി വെച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കാലങ്ങൾ കഴിഞ്ഞുപോയി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് പടച്ച റബ്ബ് ഇറക്കിയപ്പോൾ ആദം നബിയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹവ്വാ ബീവി ഉമ്മ റളിയല്ലാഹു അൻഹ രണ്ടുപേരെയും ഒരു സ്ഥലത്തല്ല പടച്ച റബ്ബ് ഇറക്കിയത്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ഖസ്വാഇസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഇമാം ഇബ്നു അസാക്കിർ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അബൂ നുഐം തന്റെ ഹില്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. താരീഖ് ദിമിഷ്കുൽ കബീറിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെയും ഹവ്വാ ബീവിയെയും രണ്ട് സ്ഥലങ്ങളിലാണ് ഇറക്കിയത്. ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിയും കൂടി പിന്നീട് കണ്ടുമുട്ടിയ സ്ഥലത്തിനാണ് അറഫ എന്ന് പറയുന്നത്. അറഫ എന്ന സ്ഥലത്തിന് അറഫ എന്ന് പേര് വയ്ക്കാൻ 9 കാരണങ്ങൾ പറയുന്നുണ്ട്. ആ 9 കാരണങ്ങളിൽ ഒരു കാരണം ഹവ്വാ ബീവിയും ആദം നബിയും തമ്മിൽ പിൽക്കാലത്ത് കണ്ടുമുട്ടിയത് അറഫാത്തിൽ വെച്ചാകുന്നു.
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ അവിഭക്ത ഇന്ത്യയിലാണല്ലോ ആദം നബി ഇറങ്ങിയത്. അന്ന് ശ്രീലങ്കയും സിന്ധും ബംഗ്ലാദേശും എല്ലാം ഉൾക്കൊള്ളുന്ന ഇന്ത്യ. ആ ഇന്ത്യയിൽ ഇറങ്ങിയ ആദം നബി അലൈഹിസ്സലാം, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഈ വിശാലമായിരിക്കുന്ന ഭൂമി, 25,000 കിലോമീറ്റർ ചുറ്റളവുള്ള ഭൂമി. അല്ലാഹ്, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ, മറ്റ് പരിചയക്കാരില്ല, വീടുകളില്ല, ഒന്നും പരിചയമില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആദം നബി അലൈഹിസ്സലാം ഇസ്തൗഹശ, വല്ലാത്ത നീരസം, ഏകാന്തത ആദം നബിയെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി ഫനസല ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ഫനഅദാബില്ലദാൻ, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വാങ്ങി വിളിച്ചു. ഞാൻ മുമ്പ് ഇത് പ്രസംഗം നടത്തിയിട്ട് ഏതോ വിവരമില്ലാത്ത ആളുകൾ ട്രോൾ ചെയ്തിട്ടുണ്ട്. ഹദീസ് അറിയില്ല, അവര് ഗ്രന്ഥങ്ങൾ അറിയില്ല, ചരിത്രങ്ങൾ അറിയില്ല. മഹാനരായ ആദം നബി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുൾക്കൊള്ളുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ പേര് മഹാനായ ആദം നബി കേട്ടപ്പോൾ, സ്വർഗത്തിൽ നിന്ന് കേട്ട് പരിചയമുള്ള പേര്, അർശിന്റെ കാലിന്മേൽ കണ്ട് പരിചയമുള്ള പേര്, സ്വർഗത്തിന്റെ കവാടങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പേര്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരാ. ഈ മുത്തുനബിക്ക് പിതാവാൻ ഭാഗ്യം കിട്ടിയതിന്റെ പേരിൽ വഫ്തഖറ ബികൗനിഹി വാലിദാ, അത്രയും പഴക്കമുള്ള, അത്രയും സ്ഥാനമുള്ള, അള്ളാഹുവിന്റെ പേരിനോട് ചേർത്തി പറഞ്ഞിട്ടുള്ള, എഴുതി വെച്ചിട്ടുള്ള ആ പൊന്നുമോന്റെ ഉപ്പയാവാൻ ഭാഗ്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ആശ്വാസം കൊണ്ടു. മാത്രമല്ല പൊലിമ പറഞ്ഞു മഹാനായ ആദം നബി അലൈഹിസ്സലാം. ഇതുകൊണ്ടാണ് സാധാരണ ഒരു പ്രവാചകരെ പോലെ, ഒരു മനുഷ്യനെ പോലെ അല്ല, പ്രവാചകരെ പോലെയല്ല, ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. പൂർവകാല പ്രവാചകന്മാര് മുഴുവനും മുത്ത് നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ നടുത്തളത്തിലാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴുന്നത്. നിങ്ങൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറ്റ്ലസ് എടുത്ത് നോക്കുക. അറ്റ്ലസിന് നിങ്ങൾ കൃത്യമായി നിങ്ങളൊന്ന് നോക്കിയാൽ അതിൽ മക്ക അടയാളപ്പെടുത്തിയത് എവിടെയാ? അതിന്റെ സെന്ററിലാണ്. ദുനിയയിൽ ലോകത്തിന്റെ കണ്ണായ സ്ഥലത്താണ്. സർവലോകത്തിനും അറിയാൻ മാത്രം പരിചയപ്പെട്ട സ്ഥലത്താണ്. മാത്രമോ റബീഉൽ അവ്വൽ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു റബീഉൽ അവ്വൽ മാസം 12-നാണ് ജനിക്കുന്നത്. വേറെ റബീഉൽ അവ്വൽ 12-നാണ് അവിടുന്ന് മദീനയിലെത്തുന്നത്. വേറെ റബീഉൽ അവ്വൽ 12-നാണ് അവിടുന്ന് ലോകത്തോട് വിട പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന രൂപത്തിൽ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റബീഉൽ അവ്വൽ മാസത്തിലാണോ പിറന്നത്, മറ്റു മാസങ്ങളിലാണോ എന്ന് തർക്കമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കാറുണ്ട്. അറിയപ്പെട്ട ചരിത്രകാരന്മാര് മുഴുവനും, അംഗീകരിക്കപ്പെടുന്ന ചരിത്രകാരന്മാര് മുഴുവനും പറയുന്നു
റബീഉൽ അവ്വൽ മാസത്തിലാണ് തങ്ങൾ പിറന്നത്. പഴയകാലത്തെ അറബികളെ പറിച്ച് നിങ്ങൾ അറബികളെ കുറിച്ചോർത്ത് നോക്കൂ. അവര് പ്രത്യേകം ചരിത്രം എഴുതി വെക്കാറില്ല, അവര് ഡേറ്റുകൾ കൃത്യമാക്കാറില്ല. നമ്മുടെ ഒരു ഉമ്മയോട് വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങളെ ഇത്രാമത്തെ മകൻ ഏത് മാസത്തിലാ ജനിച്ചത് എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ഉമ്മമാർക്കും അറിയില്ല അറബി മാസം ഇന്ന മാസത്തിലാ ജനിച്ചതെന്ന്. അല്ലെങ്കിൽ ഉപ്പമാർക്കറിയില്ല ഇന്ന മാസത്തിലാ ജനിച്ചതെന്ന്. എല്ലാം എഴുതി വെക്കുന്ന രേഖപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ പോലും അതേ സമയത്ത് ആ കാലഘട്ടത്തിലെ ആളുകളൊക്കെ അടിസ്ഥാനമാക്കിയിരുന്നത് സംഭവങ്ങളാണ്. ആനക്കലഹ സംഭവം നടന്നിട്ട് 50-ാമത്തെ ദിവസമാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. അബ്റഹത്ത് രാജൻ തന്റെ ഗജവീരന്മാരെ പടയുമായിട്ട് കഅബ പൊളിക്കാൻ വേണ്ടി വന്ന് സർവാധിനാഥനായ റബ്ബിലേക്ക് തവക്കുൽ ചെയ്ത് മഹാനായ അബ്ദുൽ മുത്തലിബി ഏൽപ്പിച്ച് അബാബീൽ പക്ഷികളെ അല്ലാഹു കടൽ തീരത്ത് അയച്ച് ആ അബാബീൽ പക്ഷികൾ അല്ലാഹു ഓരോ പക്ഷി ചുണ്ടിലും 2 കാലിലും ഓരോ കടലമണിയുടെ വലിപ്പത്തിൽ ഉള്ള ഓരോ കല്ല്, അതാണ് ചുടുകൽ എന്ന് പറഞ്ഞാൽ ബീംസ് കടലയുടെ വലിപ്പമുള്ള കല്ലുകളാ. ആ കല്ലുകളെ കൊണ്ട് ആനകളുടെയും മനുഷ്യരുടെയും ശരീരത്തിലേക്ക് എറിയുമ്പോൾ ഓരോ പക്ഷിയുടെയും കാലുകൾ അതിന്റെ ചുണ്ടുകൾ അതേ നല്ല മിസൈൽ വിക്ഷേപണി തറകളെ പോലെയായിരുന്നു. മിസൈൽ വിടുന്നത് പോലെയാ. ആ കല്ലങ്ങെത്തിയാല് അത് താഴേക്ക് തുളഞ്ഞു പോവുകയാ. ഇങ്ങനെ ലോകത്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സംഭവമായിരുന്നു അത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ആനപ്പടയുമായിട്ട് കഅബ പൊളിക്കാൻ വന്ന ആളുകളെ എന്തു ചെയ്തു എന്നല്ല അല്ലാഹു ചോദിക്കുന്നത്. എങ്ങനെയാണ് അല്ലാഹു അവരെ കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് അവരെ അല്ലാഹു നശിപ്പിച്ചത്. ഒരു സിവിലിയർ കൊല്ലപ്പെട്ടില്ല, ഒരാട് കൊല്ലപ്പെട്ടില്ല, ഒരു നിരപരാധി കൊല്ലപ്പെട്ടില്ല, ഒരു പാലം തകർന്നില്ല, ഒരു കെട്ടിടം തകർന്നില്ല, ഒരു വീടിന് പോറലേൽക്കുക പോലും ഉണ്ടായില്ല. ആ കുറ്റവാളികളെ മാത്രം ഫോളോ ചെയ്തിട്ട് അവരെ മാത്രമായിരുന്നു നശിപ്പിച്ചിരുന്നത്. ചരിത്രത്തിൽ അത്ഭുതമാ. ഈ സംഭവം നടന്നിട്ട് 50-ാമത്തെ ദിവസമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. ഒരു കാലത്തും മറക്കാത്ത ഡേറ്റ്, ആർക്കും ഓർമ്മയുണ്ടാകുന്ന ഡേറ്റ്. അങ്ങനത്തെ ഡേറ്റില ലോകത്തിന്റെ കണ്ണായ സ്ഥലത്താ അന്ന് നടന്ന അത്ഭുതങ്ങളോ. സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും അതിന്റെ പ്രതിധ്വനി, അതിന്റെ അടയാളം നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്, നിലനിർത്തപ്പെട്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിന് ലോകത്തെ വൻശക്തിയായിരുന്ന പേർഷ്യയും ഒന്ന് റോമാണ്, മറ്റൊന്ന് പേർഷ്യയാണ്. പേർഷ്യക്കാരൻ ആരാധിച്ചു കൊണ്ടിരുന്ന അഗ്നികുണ്ഡം അല്ലാഹ് 1000 കൊല്ലം മുമ്പ് കത്തിത്തുടങ്ങിയിട്ടുള്ള ഈ 1000 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും കെട്ടുപോകാത്ത അഗ്നി അങ്ങ് കെട്ടുപോയിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തബരിയ തടാകം, ബുഹൈറ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ ചെന പോലെയല്ല. തബരിയ തടാകം എന്ന് പറയുന്നത്, സാവാ തടാകം എന്ന് പറയുന്നത് 80 കിലോമീറ്റർ നീളവും 40 കിലോമീറ്റർ വീതിയും ഉള്ള ഒരു തടാകമാ. അതിനാണ് അറബിയിൽ ബുഹൈറ എന്ന് പറയുന്നത്. കുളം എന്ന് പറയാൻ പറ്റൂല, എന്നാലോ ബഹ്റൊട്ടല്ലേനും അങ്ങനത്തെ തടാകം
ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ വറ്റിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് മുഴുവനും അങ്ങ് കിസ്റായിലെ കിസ്റ ചക്രവർത്തിയോട് ചെന്നുകൊണ്ട് പറയുകയാ. അപ്പോഴാ കിസ്റ രാജന്റെ കൊട്ടാരത്തിന്റെ അതാ 14 താഴികുടങ്ങൾ വീണിരിക്കുന്നു. ആ 14 താഴികക്കുടങ്ങള് അതങ്ങ് കഥാ വർത്തജ ഈവാനു കിസ്റ, കിസ്റയുടെ കൊട്ടാരം നിങ്ങൾക്ക് ഇന്നും പോയാൽ കാണാവുന്നതാ. ചരിത്രത്തിൽ അത്ഭുതമല്ലയോ? അത് പിന്നീട് പടുത്തുണ്ടാക്കിയിട്ടില്ല, അത് പുനരുദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇന്നും നിങ്ങൾക്ക് ചെന്നാൽ കാണാവുന്നതാ ആ 14 താഴികക്കുടങ്ങളുടെ അവശിഷ്ടങ്ങൾ വീണ് കിടക്കുന്നത് കാണാം. ഖിയാമത്ത് നാൾ വരെ ഈ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജനിച്ചതിന്റെ അടയാളമായി പടച്ച റബ്ബ് വാക്കി വെച്ചിരിക്കുകയാ. പടച്ച റബ്ബ് അവിടെ നിലനിർത്തിയിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ ലോകത്ത് പിറന്നു വീണതിന്റെ അടയാളം ഉണ്ടായിട്ടുണ്ട്. ആ രൂപത്തിലാ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിറവി ആഘോഷിച്ചത്. ഇനി ലോകത്തൊരു ശക്തിക്കും നിലനിൽക്കാൻ കഴിയില്ല. അക്രമങ്ങൾക്കും അരാജകത്വത്തിനും അന്ധകാരത്തിനും സമാപ്തി കുറിക്കപ്പെട്ടു എന്നതിന്റെ അടയാളമാ. നിങ്ങൾ ഓർത്തു നോക്കൂ. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറന്നഹു ഫഅൽ അഖദതും അലാ ദാലികും ഇസ്രി ഖാലു അഖറർനാ ഖാല ഫശ്ഹദൂ വഅന മഅകും മിനശ് ശാഹിദീൻ. 1,23,999 പ്രവാചകന്മാർക്ക് അല്ലാഹു തആല പ്രവാചകത്വം നൽകുമ്പോൾ, അവർക്ക് അത്ഭുതങ്ങൾ കൊടുക്കുമ്പോൾ, മരിച്ചവരെ ജീവിപ്പിക്കാൻ ഈസാ നബിക്കുള്ള കഴിവ് കൊടുത്തപ്പോൾ അല്ലാഹ് ഏത് രഹസ്യങ്ങളും സൂക്ഷിച്ചു വെച്ചത് കൃത്യമായിട്ട് പറയാൻ ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് കഴിവ് കൊടുക്കുമ്പോൾ, തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പല വടി അത് താഴേക്കിടുമ്പോൾ ഒറിജിനൽ പാമ്പായി മാറാൻ മൂസാ നബിക്ക് അല്ലാഹു തആല കഴിവ് കൊടുത്തപ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് വാനലോകത്തെ അത്ഭുതങ്ങൾ മുഴുവനും ഇരുന്ന ഇരിപ്പിൽ നിന്ന് കാണിച്ചു കൊടുത്തപ്പോൾ, അല്ലാഹ് ഈ പ്രവാചകന്മാർക്ക് മുഴുവനും അത്ഭുതങ്ങൾ കൊടുത്തപ്പോൾ, അവർക്ക് ഗ്രന്ഥങ്ങൾ കൊടുത്തപ്പോൾ, ഇഞ്ചീൽ ഇറക്കി കൊടുത്തപ്പോൾ, തൗറാത്ത് കൊടുത്തപ്പോൾ, സബൂർ സങ്കീർത്തനം കൊടുത്തപ്പോൾ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഏടുകൾ കൊടുത്തപ്പോൾ, ശിശു നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് 50 ഏടുകൾ കൊടുത്തപ്പോൾ, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏടുകൾ കൊടുത്തപ്പോൾ, മരിക്കുന്നതിന്റെ മുൻപ് വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വർഗം കൊടുത്തപ്പോൾ, ഈ പ്രവാചകന്മാർക്ക് മുഴുവനും അത്ഭുതങ്ങൾ കൊടുത്തപ്പോൾ, മുഅ്ജിസാത്തുകൾ കൊടുത്തപ്പോൾ, കഴിവുകൾ കൊടുത്തപ്പോൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ചെങ്കടൽ പിളർത്തിയപ്പോൾ, നിങ്ങൾക്ക് കേൾക്കണോ മക്കളെ, ഇത് കെട്ടുകഥകളല്ല, വാറോലകളല്ല, ഐതിഹ്യങ്ങളല്ല, പുരാണങ്ങളല്ല. ഞാനും നീയും ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, വഇദ് അഖദിനാ മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ.
പ്രവാചകന്മാർക്ക് നാം കിതാബ് കൊടുത്തപ്പോൾ, പ്രവാചകന്മാർക്ക് നാം നബുവത്ത് കൊടുത്തപ്പോൾ, പ്രവാചകന്മാർക്ക് നാം മുഅ്ജിസാത്തുകൾ കൊടുത്തപ്പോൾ, അത്ഭുതങ്ങൾ കൊടുത്തപ്പോൾ, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആവശ്യമനുസരിച്ച് പാറക്കല്ലിൽ നിന്ന് ജീവനുള്ള ഒട്ടകത്തെ പുറത്തു കൊണ്ടുവന്നപ്പോൾ, ആ ഒട്ടകം അപ്പോൾ തന്നെ അതിനോളം വലിപ്പമുള്ള കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ, ഈ അത്ഭുതങ്ങൾ മുഴുവനും കൊടുത്തപ്പോൾ, ഈ പ്രവാചകന്മാരോടൊക്കെയും ഒരു കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്, ഒരു മീസാക്ക് വാങ്ങിയിട്ടുണ്ട്, ഒരു ഉടമ്പടി വാങ്ങിയിട്ടുണ്ട്. എന്താണെന്നല്ലേ? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് ഞാൻ വല്ല കിതാബും തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ല വിജ്ഞാനവും തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ല അത്ഭുതവും ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളോടൊപ്പമുള്ള ഗ്രന്ഥത്തിലെ ആശയങ്ങളെയും നിങ്ങൾക്ക് തന്ന വിജ്ഞാനങ്ങളെയും അംഗീകരിക്കുന്ന ഒരേ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നാൽ, എന്റെ റസൂല് നിങ്ങൾക്ക് വന്നാൽ, എന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ നിങ്ങളിലേക്ക് വന്നാൽ, നിങ്ങളെ ഏടുകളും നിങ്ങളെ വിജ്ഞാനങ്ങളും നിങ്ങളുടെ അത്ഭുതങ്ങളും ഒക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് എന്റെ നബിയെ നിങ്ങൾ വിശ്വസിക്കണം, എന്റെ നബിന്റെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണം. എന്റെ നബി കൊണ്ടുവന്ന ദീനിന് നിങ്ങൾ ശക്തി പകരണം, അതിനെ നിങ്ങൾ സഹായിക്കണം, അതിന് നിങ്ങൾ പിറകിൽ നിൽക്കണം, അതിന് നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ നിങ്ങൾ കരാർ പിടിക്കാൻ തയ്യാറാണോ? ഉറപ്പ് പറയാൻ തയ്യാറാണോ? ഖാലൂ അഖ്റർനാ, അമ്പിയാക്കളൊക്കെയും പറഞ്ഞു ഞങ്ങൾ സമ്മതിച്ചല്ലാ. നിന്റെ നബി വന്നാൽ, നിന്റെ റസൂല് വന്നാൽ, നിന്റെ ഹബീബ് വന്നാൽ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയില്ല, എന്റെ തൗറാത്ത് അനുസരിച്ച് ഞാൻ വിട്ടു നിൽക്കുകയില്ല, ഞാൻ എന്റെ അത്ഭുതങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് നിന്നിലേക്ക് വിളിക്കുകയില്ല, ഞാൻ നിന്റെ റസൂലാകുന്ന മുത്തുനബിയെ വിശ്വസിക്കാമല്ലോ, ഞങ്ങൾ പിന്നിൽ നിൽക്കാമല്ലോ, സഹായിക്കാം അല്ലാ. ഖാല ഫശ്ഹദു വഅന മഅകും മിനശ് ശാഹിദീൻ, എങ്കിൽ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തു, ഞാനും അതിന് സാക്ഷിയാ, നിങ്ങളോടൊപ്പം സാക്ഷിയാ. വിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, ആ റസൂല് വന്നാൽ ഞങ്ങളൊക്കെ ആ റസൂലിന്റെ പിന്നിൽ നിൽക്കാം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലൗകാന മൂസാ ഹയ്യൻ, മൂസാ നബി ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലമാ വസ്തിഅഹു ഇല്ലത്തിബാഇ, എന്നോട് പിൻപറ്റലല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല, എന്നെ അനുഗമിക്കലല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ കാണുന്ന പ്രവാചകന്മാര് മുഴുവനും അവരെ സമുദായങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു. എങ്ങനെ? നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തെ അതിജയിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാസങ്ങളോളം വിറകുകൾ ശേഖരിച്ച് ആ വിറകുകൾക്ക് തീ കൊടുത്ത് അതിഭയങ്കരമായ അഗ്നികുണ്ഡം സൃഷ്ടിക്കപ്പെട്ട് ആ തീകുണ്ഡത്തിൽ നിന്ന് ഉയരുന്ന പുകച്ചുരുൾ കൊണ്ട് മേൽഭാഗത്തിൽ കൂടി പറക്കുന്ന പറവകൾ അതാ കരിഞ്ഞ് ചാരമായി താഴേക്ക് വീഴുന്നു. മൈലുകളോളം അകലെയുള്ള പുല്ലുകളും പുഷ്പങ്ങളും സസ്യലതാദികളും ഈ അഗ്നികുണ്ഡത്തിന്റെ ചൂടുകൊണ്ട് ചാരമായി തീരുന്നു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങളാ തീകുണ്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ടെറിയാൻ ഒരു വഴിയുമില്ല.
അമ്പിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും എന്നും ശത്രുതയായി പ്രവർത്തിക്കുന്ന ഇബ്ലീസുൽ ലഈൻ ആദ്യമായിട്ട് മഞ്ചനീക്ക് ഉണ്ടാക്കി. അതേ ചവണ പോലത്തെ ഒരു ഉപകരണം. ആ ഉപകരണത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇരുത്തിയിട്ട് കാഞ്ചി വലിക്കുകയാണ്. ആ കാഞ്ചി അങ്ങ് വലിക്കുമ്പോൾ തെറിച്ച് അഗ്നികുണ്ഡത്തിൽ ചെന്ന് വീഴുകയാണ്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരാധനാപാത്രങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ഏകയിലാഹിലേക്ക് ക്ഷണിച്ചതിന് ശിക്ഷയായി ആ ഇബ്രാഹീമിനെ 10,000 ജനങ്ങളെ മുമ്പിൽ വെച്ച് ജീവനോടെ കത്തിക്കരിച്ച് ചാമ്പലാക്കുന്നു എന്ന് കാണിക്കാൻ സർവജനങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ മുൻപിൽ വെച്ചാണ് ഇബ്രാഹിം നബിയെ മഞ്ചനീക്ക് ഉപയോഗിച്ച് തീകുണ്ഡത്തിലേക്ക് എറിയുന്നത്. ആ തീകുണ്ഡത്തിലേക്ക് എറിയുമ്പോൾ അങ്ങ് അകലെ നിന്ന് മഞ്ചനീക്ക് ഉപയോഗിച്ച് ആ തീകുണ്ഡത്തിലേക്ക് ഇബ്രാഹിം നബി അങ്ങ് വീഴുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറയുന്നു, നബിയേ, ആകാശത്തെ മലക്കുകൾ പൊട്ടിക്കരയുന്നു. ഈ ലോകത്ത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത്, അള്ളാഹുവിനെ അറിയുന്നത് ഈ ഒരു മനുഷ്യൻ മാത്രമാണ്. ഈ പ്രവാചകർ ഇബ്രാഹിം നബിയെ ഈ അഗ്നികുണ്ഡത്തിലിട്ടങ്ങ് കരിച്ചു കളഞ്ഞാൽ പിന്നെ ലോകത്താർ അള്ളാഹുവിനെ പറയും? ആര് അള്ളാഹുവിനെ അറിയും? ആര് അള്ളാഹുവിനെ പരിചയപ്പെടുത്തും? ഇതോർത്തുകൊണ്ട് മലായിക്കത്ത് പൊട്ടിക്കരയുന്നു. അതുകൊണ്ട് നബിയേ, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാലും അല്ലാഹ് എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മാ ഇലൈക ഫലാ, നിങ്ങളിലേക്ക് എനിക്കൊരാവശ്യവുമില്ല. എന്നെ സൃഷ്ടിച്ച സർവാധിനാഥനായ റബ്ബിനറിയാം. മഅരിഫത്തുഹു ഹാലി അഗ്ന അൻ സുആലി, റബ്ബിനറിയാലോ ഞാനാണ് വീഴുന്നത് തീകുണ്ഡത്തിലേക്ക്. റബ്ബിനറിയാലോ എന്നെ എറിയുന്നത് തീകുണ്ഡത്തിലേക്കാണ്. ഇവിടെ തൗഹീദ് പറയാൻ, റബ്ബിനെ പറയാൻ, റബ്ബിലേക്ക് വിളിക്കാൻ ആരുമില്ല എന്ന് റബ്ബിനറിയാം. അതുകൊണ്ട് നിങ്ങളിലേക്കൊരാവശ്യവുമില്ല എന്നും പറഞ്ഞ് അഗ്നികുണ്ഡത്തെ സ്വാഗതം ചെയ്ത് അതിലേക്കങ്ങ് വീഴുമ്പോൾ ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു, ഖുൽനാ യാ നാറു കുനീ ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ഇബ്രാഹിം നബിക്ക് നല്ല സലാമത്തിനുള്ള തണുപ്പായി മാറുക. തീയിനെ കരിക്കാൻ ശക്തിയില്ലല്ലോ, കത്തിക്ക് മുറിക്കാൻ ശക്തിയില്ലല്ലോ. ഈ ലോകത്ത് ഒന്നിനും ഒരു കഴിവുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഓരോന്നിനും അതത് സമയത്ത് കൈവ് കൊടുക്കുകയാ. വെള്ളം കുടിച്ചത് കൊണ്ട് ദാഹം തീരൂല. ആ കുടിക്കുന്ന സമയത്ത് ദാഹം അല്ലാഹു തആല തീരണമെങ്കിൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കണം. അടിച്ചത് കൊണ്ട് വേദനിക്കൂല. അടിക്കുന്ന സമയത്ത് വേദനിക്കണമെങ്കിൽ വേദനയല്ല സൃഷ്ടിക്കണം. കത്തി കൊണ്ട് മുറിയൂല. മുറിക്കുന്ന സമയത്ത് മുറിയൽ അല്ലാഹു സൃഷ്ടിക്കണം. ഇതല്ലേ നമ്മുടെ വിശ്വാസം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചുറ്റുഭാഗത്തും ശക്തമായിരിക്കുന്ന ഇലക്ട്രോൺ വന്നുകൊണ്ട് പൊതിയുന്നു. പക്ഷേ തന്റെ ശരീരത്തിൽ നിന്ന് പ്രോട്ടോൺ പുറത്തിറങ്ങിയില്ല. അവിടുന്ന് അതാ കരിയുന്നില്ല. താൻ ധരിച്ചിരിക്കുന്ന മുണ്ട് പോലും, തന്റെ രോമത്തിന് പോലും ഒന്നും സംഭവിക്കുന്നില്ല. നമ്രൂദിന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകള് പറയുന്നു, ഉപ്പാ, നിങ്ങളാ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഇബ്രാഹിം ആ അഗ്നികുണ്ഡത്തിൽ മറ്റൊരാളുമായി ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കാണുന്നു. മോളെ, നിന്റെ കണ്ണിന് പൊട്ടാണ്.
എന്താണ് മോളെ നീ പറയുന്നത്? അങ്ങ് കിലോമീറ്ററുകൾ അകലങ്ങളിൽ ഉള്ള പുഷ്പുകളും സസ്യലതാദികളും കരിഞ്ഞു ചാരമായി തീരുമ്പോൾ മേൽഭാഗത്തിൽ കൂടി പറക്കുന്ന പറവകൾ അത് കത്തിയെരിഞ്ഞ് ചാരമായി താഴേക്ക് വീഴുമ്പോൾ അഗ്നികുണ്ഡത്തിൽ നിൽക്കുന്ന മനുഷ്യൻ സംസാരിക്കുകയോ? നിന്റെ കണ്ണിന് തകരാറാണ് ഉപ്പ, എന്റെ കണ്ണിനല്ല, നിങ്ങളെ കണ്ണിനാണ്, ശരിക്ക് സൂക്ഷിച്ചു നോക്കൂ എന്നും പറഞ്ഞ് മട്ടുപ്പാവിൽ ഉലാത്തുന്ന കുഞ്ഞ് സ്വന്തം ഉപ്പാക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു രോമം കരിയാതെ പുറത്തു വരികയാണ്. ഫറാദൂ ബിഹി കൈദൻ ഫജഅൽനാ കൈദഹും ഫജഅൽനാഹുൽ അഖ്സരീൻ. അവര് വലിയ ദുഷ്ടരാക്കുകളാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അവരെ മുഴുവനും പരാജയപ്പെടുത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നികുണ്ഡത്തിന്ന് പുറത്തു വരുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന 10,000 ആളുകൾ ഞങ്ങളെ ഇബ്രാഹിം അജയ്യനാണ്. അതേ, നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തെ അതിജയിച്ച ഇബ്രാഹിം ആരാണ്? ഈ ഇബ്രാഹിം എന്തൊരു ശക്തിയാണ്! ഈ ഇബ്രാഹിം എന്തൊരു പ്രവാചകരാണ്! ഈ ഇബ്രാഹിം എന്തുമാത്രം അത്ഭുത മനുഷ്യനാണ്! എന്നാ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ണിൽ കണ്ട ദൈവമാണ്. ആ ഇബ്രാഹിം നബി പറയുന്നു, ജനങ്ങളെ, അള്ളാഹു എനിക്ക് അത്ഭുതം നൽകിയത്, എനിക്ക് ഏടുകൾ തന്നത്, എനിക്ക് വിജ്ഞാനം തന്നത്, അല്ലാഹു തആലാന്റെ ആസ്തിക്യത്തെ കുറിച്ച് വിവരം തന്നത്, എൻ്റെ ശരീഅത്തിന് ശക്തി തന്നത്, ഞാനൊരു പ്രവാചകനെ അംഗീകരിച്ചത് കൊണ്ടാണ്. അവസാന കാലം ഒരു പ്രവാചകർ വരാൻ പോകുന്നുണ്ട്. അപ്രവാചകർ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകരെ കൊണ്ട് വിശ്വസിക്കണമെന്നും ആ പ്രവാചകരെ അംഗീകരിക്കണമെന്നും ആ പ്രവാചകന്റെ പിന്നിൽ അണിനിരക്കണമെന്നും റബ്ബിന് ഉറപ്പ് കൊടുത്തത് കൊണ്ടാണ്. ഇതാ ജനങ്ങളോട് പറയുമ്പോൾ ആ ജനങ്ങൾ മുഴുവനും വിളിച്ചു പറയുകയാണ്, അല്ലാഹ് നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തെ അതിജയിച്ച ഇബ്രാഹിം, ഈ ഇബ്രാഹിം ബഹുമാനിക്കേണ്ട ഒരു പ്രവാചകരോ, ഇബ്രാഹിം നബി ഫോളോ ചെയ്യേണ്ട ഒരു പ്രവാചകരോ, ഒരു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബഹുമാനിക്കേണ്ട ഒരു പ്രവാചകരോ എങ്കിൽ അപ്രവാചകരാരായിരിക്കും? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഇബ്രാഹിം നബിയേക്കാൾ ആദരവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരതാ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഇബ്രാഹിം നബിയേക്കാൾ ആദരവ് മുത്ത് മുഹമ്മദ് മുസ്തഫ. കാരണം ഞങ്ങളെ ഇബ്രാഹിം നബി ബഹുമാനിക്കേണ്ട ഒരു പ്രവാചകരോ, ഈസാ നബി ബഹുമാനിക്കേണ്ട ഒരു പ്രവാചകരോ, ചെങ്കടൽ പിളർത്തി അക്കരെ കടന്ന മഹാനായ മൂസാ നബി, ആ മൂസാ നബി ഉൾക്കൊള്ളേണ്ട ഒരു പ്രവാചകരോ എങ്കിൽ ആ പ്രവാചകരാരായിരിക്കും? ഇങ്ങനെ കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ സമുദായങ്ങളെ ഹൃദയങ്ങളിൽ ഏറ്റവും ബഹുമാനം മുത്ത് നബിക്കാ. മഹാനായ ഖാദി ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ കാലത്തൊരു മനുഷ്യൻ മരണപ്പെട്ടു. മഹാഫോടായ മനുഷ്യനാണ്. ആ മനുഷ്യൻ മരിച്ച സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും സംസ്കരിക്കാനും ഒരാളും മുന്നോട്ട് വന്നില്ല. അത്രയ്ക്കും ദുഷ്ടനായ മനുഷ്യൻ, ജീവിതത്തിൽ ഒരു ഗുണം ചെയ്യാത്ത മനുഷ്യൻ, സർവാളുകൾക്കും ശല്യക്കാരനായി തീർന്ന മനുഷ്യൻ. ആ മനുഷ്യന്റെ മയ്യത്തിലേക്ക് അടുക്കാതിരുന്നപ്പോൾ മഹാനായ ഖാദി ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഫൗഹാ
ഇലാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് വഴി അറിയിച്ചു. നിങ്ങളാ ഇന്നാലിന്ന സ്ഥലത്തൊരു മയ്യിത്തുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ സർവ്വ ആളുകളും അദ്ദേഹത്തിന് അകന്നു പോയിട്ടുണ്ട്. അയാളെ മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുക, അയാളെ മയ്യിത്ത് സംസ്കരിക്കുക. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തനിക്ക് സന്ദേശം കിട്ടിയ ഭാഗത്ത് ചെല്ലുന്നു. ആളുകൾ മുഴുവനും അകന്നു പോയിട്ടുണ്ട്, ഒരു മനുഷ്യനില്ല. ആ ചെതലും പുഴുക്കളും അരിച്ച് ആ മയ്യിത്ത് കിടക്കുമ്പോൾ മഹാനായ മൂസാ നബി അന്വേഷിക്കുന്നു. ഇല്ല, ഇവനത്രയും ദുഷ്ടനാണ്, ജീവിതത്തിൽ ഒരു നന്മ ചെയ്തതായിട്ട് ആർക്കും അറിയില്ല, സർവ്വ ആളുകൾക്കും ശല്യക്കാരനാണ്. ഇവനോടുള്ള വെറുപ്പ് കൊണ്ട് ആളുകളൊക്കെ അകന്നു പോയതാ. സാക്ഷാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിതൃവ്യരാകുന്ന അബൂലഹബ് മാരകരോഗം പിടിച്ച് മരണപ്പെട്ട സമയത്ത് അങ്ങനെയാണ് സംഭവിച്ചത്. ആരുമില്ലാത്ത മലമുകളിൽ കൊണ്ടുപോയി തള്ളിയതാണ്. മറവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മുത്തുനബിനെ വിമർശിച്ചതാ. അല്ലോ അബൂജഹലിനെ പോലെ മുത്തുനബിയെ ദ്രോഹിച്ചിട്ടില്ല. അതേ വേറെ പലരെ പോലെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷെ ഹബീബായ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് തബ്ബൻ ലക് ആക്ഷേപിച്ച് സംസാരിച്ച ഒറ്റ കാരണം കൊണ്ട് ഈ ഭൂമി അബൂലഹബിനെ ഏറ്റെടുത്തില്ല. ആ രൂപത്തിൽ ഒരാളും ഇദ്ദേഹത്തെ അംഗീകരിക്കാതെ, അദ്ദേഹത്തിന്റെ അരികിൽ വരാതെ, അദ്ദേഹത്തിന്റെ ജഡം ജീർണിച്ചപ്പോഴാ മൂസാ നബി അലൈഹിസ്സലാം തങ്ങൾ വരുന്നത്. മൂസാ നബി ചോദിച്ചു, ഐ റബ്ബേ, ഇത്രയും ദുഷ്ടനും നിസ്സാരനും തമ്മാടിയുമായ ആളെ എന്നോട് സംസ്കരിക്കാൻ പറഞ്ഞതെന്തിനാണ്? ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ആഖിർ സമാനിലെ മക്കളെ, ഹബീബായ തങ്ങളെ പറ്റി അറിയുമോ? അല്ലാഹു പറയുന്നു, മൂസാ നബിയേ, ഈ മനുഷ്യൻ ഒരിക്കൽ തൗറാത്ത് കണ്ടപ്പോഴ്, ആ തൗറാത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴ്, ആ തൗറാത്തൊന്ന് മറിച്ച് നോക്കിയപ്പോഴ് ആഖിർ സമാനിൽ വരാൻ പോകുന്ന എൻ്റെ ഹബീബായ മുത്തുനബിന്റെ പേര് കണ്ടതാ. ആ മുത്തുനബിന്റെ പേര് കണ്ട സമയത്ത് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാര് മുഴുവനും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട പ്രവാചകരാണെന്ന നിലക്ക് ഒരു സ്വലാത്ത് പറഞ്ഞതാ. അതുകൊണ്ട് വഖദ് ഗഫർതു ലഹു, ഞാൻ മുഴുവനും പൊറുത്തു കൊടുത്തു. ഒരൊറ്റ സലാത്ത് പറഞ്ഞതിന്റെ പേരിൽ പൂർവകാല സമുദായത്തിൽപ്പെട്ടൊരു മനുഷ്യൻ, മുത്തുനബിയെ കുറിച്ച് തിരിച്ചറിവുള്ള മനുഷ്യൻ, ഹബീബായ തങ്ങളെ മേലൊരു സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് ഞാൻ അവന് പൊറുത്തു കൊടുത്തു. ചരിത്രമറിയുമോ? ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാണ് കൂടുതൽ പഠിക്കുന്നത്, കൂടുതൽ പറയുന്നത്, കൂടുതൽ അറിയുന്നത്, കൂടുതൽ തങ്ങളുമായിട്ട് ഇടപഴകുന്നത്? അവനാണ് ഏറ്റവും വലിയ മുഅ്മിൻ, അവനാണ് ഏറ്റവും വലിയ മുസ്ലിം. പൂർവകാല പ്രവാചകന്മാർ മുഴുവനും ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെരുമാറിയത്. നിങ്ങൾ ഓർത്തു നോക്ക്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, നബിയേ, നിങ്ങൾക്ക് അഹബ്ബു മാ തകൂനു ഇലയ്യ വഅഖറബുഹു, ഞാനും നിങ്ങളുമായിട്ട് ഏറ്റവും അടുക്കുന്നത്, നിങ്ങളോട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്,
ഞാൻ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നത് നിങ്ങൾ തൗറാത്ത് വാങ്ങാൻ വന്നപ്പോഴല്ല, ചെങ്കടൽ പിളർത്തിയപ്പോഴല്ല, നിങ്ങൾ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് സിനാ മരുഭൂമിയിലേക്ക് എൻ്റെ കലാമ് കേൾക്കാൻ വന്നപ്പോഴല്ല, മറിച്ച് നിങ്ങൾ എൻ്റെ ഹബീബായ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയപ്പോഴാ, ഹബീബിനെ കുറിച്ച് ഓർത്തപ്പോഴാണ്, ഹബീബിനെ പറ്റി പറയുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നാളെ ആഖിറത്തിൽ വരുമ്പോൾ, മഹ്ശറിൽ വരുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ അല്ലാഹ് അവനാഴിയിൽ അമ്പ് തിരികിയതുപോലെ ആളുകളൊക്കെ ജനനിബിഡമായി തിരക്കിലും പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കാൻ സർവ മനുഷ്യരും അന്ന് ദാഹിക്കും. അന്ന് തല ഉയർത്തി നിൽക്കുന്നൊരു വിഭാഗം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പള്ളിയിൽ വാങ്ങി വിളിച്ച മുഅദ്ദിനീങ്ങളാണ്, കൃത്യമായി വാങ്ങി വിളിച്ച മുഅദ്ദിനീങ്ങളാണ്. അല്ലാത്തവരെ കഴുത്തു മുഴുവനും അന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടാകും. അതേ തെക്കൻ വെയിൽ തട്ടിയിട്ട് തെങ്ങിൻ്റെ പട്ട ഒടിഞ്ഞ പോലെ, കൗങ്ങിൻ പട്ട ഒടിഞ്ഞ പോലെ, വാഴക്കൊല ഒടിഞ്ഞതുപോലെ എല്ലാവരെയും കഴുത്തൊടിഞ്ഞു പോകുമ്പോൾ അന്ന് തല ഉയർത്തി നിൽക്കുന്ന വിഭാഗം ഒന്ന് മുഅദ്ദിനീങ്ങളാണ്, വാങ്ങി വിളിച്ചിരുന്നവരാണ്. മറ്റൊന്ന് മൂസ നബിയേ, അന്ന് നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കാൻ ആഖിർ സമാനിലെ മക്കളെ, ദാഹത്തിന് ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, ഇന്നാഴ്ത്തൈനാക്കൽ കൗസറ, അത് സ്വർഗത്തിലെത്തുന്നതിൻ്റെ മുൻപ് കിട്ടുന്നതല്ല, അത് സ്വർഗത്തിലുള്ള ഒരു നദിയാണ്. സ്വർഗത്തിൽ നിന്നൊരു ടാപ്പ് പുറത്തേക്കൊഴുകുകയാണ്. അത് പാലം കടന്ന ശേഷം നൽകപ്പെടുന്നതാണ്. മഹ്ശറിൽ ഹൗദുൽ കൗസറില്ല, വെള്ളമില്ല. അതെ, ഇന്ന് സൂര്യൻ ഉദിക്കുന്നത് 9,29,00,000 മൈൽ ഉയരത്തിലാണെങ്കിൽ ആ സൂര്യനെ ഒരു ചാൺ അകലത്തിൽ അല്ലാഹു ഉദിപ്പിക്കുമ്പോൾ, അല്ലാഹ് ഫ്ലോറാണെങ്കിലോ വെള്ളിയുടെ പലകയാൽ, വെള്ളിപ്പലകയുടെ ഫ്ലോറാണ് മഹ്ശറിൽ അല്ലാഹ് സംവിധാനിച്ചത്. ആ വെള്ളിപ്പലക കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫ്ലോറിൽ നിൽക്കുന്നു. ഒരു ചാണകലത്തിൽ സൂര്യൻ ഉദിക്കുന്നു. ഒരു സെക്കൻഡിൽ 5640 ലക്ഷം ടൺ ഹീലിയം, അതേ ഹൈഡ്രജൻ ഹീലിയമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ സൂര്യനെ ഇന്നുള്ളതിനേക്കാൾ 380 ഇരട്ടി ചൂട് റബ്ബ് നൽകുന്നു. ആ രൂപത്തിൽ എല്ലാവരും കുഴഞ്ഞു പോകുന്നു, തല ഒടിഞ്ഞു പോകുന്നു. അന്ന് വെള്ളം കൊടുക്കുന്നത് ചെറിയ കുട്ടികൾ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ആ കുട്ടികൾ ജവനയിൽ കൊണ്ടുവന്ന് അവരെ ഉമ്മമാർക്ക് ദാഹജലം നൽകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കാൻ മൂസ നബിയെ, അല്ലാഹുവിൻ്റെ പടപ്പുകളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നബിയാണ് മഹാനായ മൂസൽ കലീം അലൈഹിസ്സലാം. നിങ്ങൾക്ക് അന്ന് ദാഹിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ടത് അക്സിരി സ്വലാത്ത് അലൻ നബി മുഹമ്മദി
എൻ്റെ പ്രിയപ്പെട്ട മുത്തുനബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ, തങ്ങളെ മദ്ഹ് വർദ്ധിപ്പിച്ചോളൂ. ഹബീബിനെ പുകഴ്ത്തുന്ന, ഹബീബിനെ പ്രശംസിക്കുന്ന, ഹബീബിനെ ഉയർത്തുന്ന ഏത് വാക്കുകൾ പറയലും സ്വലാത്താ, ഏത് മദ്ഹ് പറയലും സ്വലാത്താ. ആ സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അന്ന് ദാഹത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മഹാനായ മൂസ നബി അലൈഹിസ്സലാം തങ്ങൾക്ക് അള്ളാഹു വഴിയറിയിച്ചതാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ.